ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടായിട്ട് വന്നേക്കണം കേട്ടോ. അത്രക്കൊന്നും പറയാനില്ല. പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് അടിച്ചു മാറ്റി തുടയ്ക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഞാൻ സുഖമില്ലാതെ ഇപ്പോൾ കുറച്ച് ദിവസം ഒരു 4-5 ഡേയ്സ് ആയിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. കുറേ റെസ്റ്റ് എടുത്തു. പിന്നെ 2 ദിവസമായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചൊന്ന് കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാൻ ഓക്കെ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സൈഡും കൂടെ വേദനിക്കുന്നത്. കാരണം ഈ സൈഡ് കൂടുതൽ ഉറങ്ങാൻ ഈ സൈഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്തോട്ട് സ്ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ, അതിൻ്റെ വൈക്ക് വിടാം. അതിന് തോന്നുമ്പോൾ ഇനി മാറട്ടെ. അപ്പോൾ നമ്മളിന്നിവിടെ തൂത്ത് തുടയ്ക്കാൻ വേണ്ടി പോവാണ്. അതാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ നല്ല മൂഡ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ ടീയും മുട്ടയും ഗ്രീൻ ടീയും. ഓക്കെ, അത് മതി എനിക്ക് വയറ് ഫുള്ളായി തന്നെ ധാരാളം. ആദ്യമൊക്കെ എനിക്ക് ഹെവി ആയിട്ട് ദോശ, പുട്ട് അങ്ങനത്തെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കും. ചിലപ്പോൾ മുട്ടയും പാലൊക്കെ കഴിക്കട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പരിപാടിയില്ലായിരുന്നു. പൊരിച്ച മുട്ട എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം ഹെൽത്ത് നോക്കണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിലോട്ട് ഇടണമെന്ന് മനസ്സിലായി. സോറി കേട്ടോ, ഈ ടാപ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും. ഞാനിതൊന്ന് വെച്ചിട്ട് വരാം കേട്ടോ. ആക്ച്വലി ഞാനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള കാരണമേ ഇന്നലെ രാത്രി ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇല്ല എന്നൊരു ശ്രുതി ഞാൻ കിട്ടുക. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാൽ നാളെ രാവിലെ ബിരിയാണി ആക്കാമെന്ന്. അപ്പോൾ രാവിലെ ആയപ്പം ഗ്യാസ് വന്നു. പക്ഷെ എനിക്ക് ബിരിയാണി ആക്കാനുള്ള മൂഡ് ഞാൻ മാറ്റിയില്ലല്ലോ. ആദ്യമേ അങ്ങനെ വിചാരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ അങ്ങനെ വിചാരിച്ച് ഇന്ന് ബിരിയാണി ആക്കാം. അപ്പോൾ പിന്നെ ബിരിയാണി ആക്കാം. ഇനിയിപ്പോൾ അത് മാറ്റണ്ട. ഇനി നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങിയാലോ. കുറച്ചധികം കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. ഈ ബെഡൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് നീറ്റാക്കിയിടണം. പിന്നെ ഇവിടെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഏരിയ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബോക്സ് എനിക്ക് കളയണം. അതിലുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഒതുക്കി വെക്കാണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കളയണം. പിന്നെ ഞങ്ങളുടെ കൗച്ചാണ് ഗൈസ്, ഇത് ഞാൻ ക്ലോസപ്പിലേക്ക് കാണിക്കുന്നില്ല. അപ്പോൾ ഈ കൗച്ചൊന്ന് റെഡിയാക്കണം. അത് ഡെയിലി ഇങ്ങനെയാണ്. കാരണം ഇവിടെ എല്ലാവരും കൂടെ താമസിക്കുന്നതിനോടെ ഡെയിലി എല്ലാവരും ക്ലീൻ ആക്കും. പക്ഷേ ഇന്നിപ്പോൾ അലക്കിയത് ഇന്ന് അലക്കി കൊണ്ടുവിടുമ്പം തലേ ദിവസത്തെ ഡ്രസ്സ് ഉണ്ടാവില്ല. അത് എല്ലാവരും വീട്ടിലും അങ്ങനെ ആയിരിക്കും. ഇപ്പം ഞങ്ങളിവിടെ എല്ലാവരും കൂടെ ഒരു റൂമിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയൊരു ഏരിയ അതാണ്. മാക്സിമം അത് ക്ലീൻ ആക്കിയിട്ടുണ്ട് മിക്കപ്പോഴും. അപ്പോൾ ഞാനാണ് അതിപ്പം മെസ്സിയാക്കിയിട്ടേക്കുന്നത്. ബാക്കി എല്ലാവരും അവനവൻ്റെ ഡ്രസ്സ് കൊതുക്കി പെറുക്കി വെച്ചേക്കാം. അപ്പോൾ എനിക്ക് അതൊന്ന് റെഡിയാക്കണം. കാരണം ഞാൻ കുറച്ച് അസുഖമായിട്ട് റെസ്റ്റിലായിരുന്നല്ലോ 5 ദിവസമായിട്ട്. എനിക്കില്ലേ ഈ ക്യാമറ ഒന്നും ഇങ്ങനെ പിടിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഫ്ലോർ ഒന്ന് അടിച്ചു വാരി തുടച്ചിടണം. അതാണ് ഇന്നത്തെ പ്രൊഡക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി പെട്ടെന്ന് തുടങ്ങാം. ഞാനിങ്ങനെ വീഡിയോസ് ചെയ്ത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിന് മാത്രം എൻ്റെ വീഡിയോകളിലൊന്നുമില്ല. ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എൻ്റെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ആവലാതികൾ പറയുന്നു, എൻ്റെ വിഷമങ്ങൾ പറയുന്നു, ചിലപ്പോൾ എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. ചിലരൊക്കെ പറയുന്നു ഞാൻ നെഗറ്റീവാണ് ഇതിൽ ഷെയർ ആക്കുന്നത്, ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഇതിൽ നെഗറ്റീവ് മാത്രം എല്ലാവരും എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല കേട്ടോ. എൻ്റെ നെഗറ്റീവ് ബാക്കിയുള്ളവർ കാണട്ടെ എന്നോർത്തൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ എന്താണോ അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാൻ നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം. അതിനുള്ള ഫുൾ
സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാണ്. നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്തോളൂ. അത് നിങ്ങളുടെ തന്നെ ഒപ്പീനിയൻ, നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയൻ. എൻ്റെ ഒരു വേല ഞാൻ ജീവിച്ച് പോകുന്നു. അതിപ്പോൾ എനിക്ക് വേറൊരാളുടെ ലൈഫ് എനിക്കും ജഡ്ജ് ചെയ്യാനുണ്ടാവും. പക്ഷെ ഞാൻ ആരെ ഇന്ന് വരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് ശരിയല്ല, നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ നെഗറ്റീവാണ്, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതൊരു നെഗറ്റീവായിട്ടുള്ള ഒരാളുടെ ഉള്ളിലും ഉള്ള പോസിറ്റീവ് എന്താണോ അത് നോക്കാനും അത് അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറേ ഉള്ളൂ. എൻ്റെ ജോലി തുടങ്ങി കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെയിൻ തുടങ്ങിയിട്ട് കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഞാൻ ഇത്രയിടം വരെ ഫിനിഷ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഓക്കെ, ഉള്ളിലത്തെ കാര്യം ഭയങ്കര രസമാണ്. ഇതിൻ്റെ ബെഡ്, ഓക്കെ, താഴെ എൻ്റെ സ്റ്റോർ റൂം. ഞാനിങ്ങോട്ട് ഗൾഫിലേക്ക് വരുന്നതിനൊക്കെ മുന്നേ ഗൾഫിനെ കുറിച്ചിട്ട് എനിക്കൊരു പിക്ചർ ഉണ്ടായിരുന്നു, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ഡബിൾ ഡക്കർ എന്താണ് ബെഡൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും സിംഗിൾ ബെഡാണ് കേട്ടോ. അവിടെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു സ്പേസ് ഉണ്ട്. അവിടേക്ക് എല്ലാവർക്കും സിംഗിൾ ബെഡാണ്. ഡബിൾ ഡക്കർ ബെഡിലൊന്നും കിടക്കേണ്ട അവസ്ഥ വന്നില്ല. ഇവിടെ ബെഡ് സ്പേസും അല്ല, ഞങ്ങളൊരു വില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മേലെ എൻ്റെ കിടത്തവും താഴെ എൻ്റെ സ്റ്റോർ റൂമും ആക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് എന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമായിട്ടോ അറിയുന്നത്. കൈവേദനയ്ക്കുണ്ട്. അപ്പോൾ താഴെ ഞാൻ സ്റ്റോർ റൂം ഞാൻ കഴിഞ്ഞ വീക്കിൽ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ വല്ലാതെ ഒന്നും വെക്കുകയും കഴിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇപ്പം നന്നാക്കല്ല. നമുക്ക് ബെഡൊന്ന് നീറ്റാക്കി വിരിക്കുക. ഇനി ഫ്ലോറും കൂടെ തുടച്ച് കഴിഞ്ഞാൽ ശുഭം. ഓക്കെ, നമുക്കേ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായാലോ. എൻ്റെ എനർജി ലോ ആയി വരുന്നു. എന്തെങ്കിലും കഴിച്ച് ഇതിന് മെഡിസിൻ കുടിച്ചിട്ടാവാൻ ബാക്കി, അല്ലെങ്കിൽ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നാൽ പിന്നെ എനിക്ക് ലഞ്ച് പോകില്ല. ഓക്കെ, അപ്പോഴേ നമുക്ക് ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. ഇതിൻ്റെ കിടന്നായിക്കോട്ടെ. അതിൻ്റെ ലോണ്ടറി ബാഗാട്ടോ. സെറ്റപ്പാണ്. അയ്യോ, വേറൊരു കാര്യം കൂടെ ഇത് ഇടാനുണ്ടായിരുന്നു. നമുക്ക് ഈ ബെഡ്ഷീറ്റും കൂടെ അതിലേക്ക് ഇടണം. എനിക്ക് നല്ലപോലെ പെയിൻ വരുന്നുണ്ട്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ എൻ്റെ പിള്ളേരാണ് കേട്ടോ. ഈ കെട്ട് ഞാനേ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന കെട്ടാണ്. എൻ്റെ സ്റ്റാൻഡ് കുറച്ച് മുഷ്കിലാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുനിഞ്ഞെന്നൊക്കെ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിചാരിക്കുന്ന പോലെ ഇത് സ്റ്റാൻഡ് ഇപ്പോൾ പൊങ്ങുന്നൊന്നുമില്ല. അത് കുറച്ച് സ്റ്റിഫായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, തീരെ യൂസ് ചെയ്യാണ്ട് ഹർബാനായി ഗൈസ്. സാരമില്ല, നമുക്ക് പുതിയൊരെണ്ണം വാങ്ങാം. ഈ വാഷ്റൂം ആരും അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. ഇത് ജസ്റ്റ് വാഷിങ്ങിന് വേണ്ടി മാത്രമാണ് വാഷ്റൂം. വേറെ വാഷ്റൂമുകൾ കുറേ 1-2 വേറെ ഉണ്ട്. അതാണ് ഞങ്ങൾ യൂസ് ചെയ്യല്. See, this is my breakfast. This enough for me. ഇതെന്നാ കഴിച്ചാൽ ഞാൻ ഫുള്ളാവും. ഓക്കെ,
അപ്പോൾ ഞാനിത് കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, എനിക്ക് നല്ല വേദന ഉണ്ട് ഇപ്പോൾ കുറച്ച് സമയം ചെറുതായിട്ടൊന്ന് കൈ ഓവറായിട്ട് അനങ്ങിയതിൻ്റെ ആവും. എനിക്ക് നല്ല പെയിൻ ഉണ്ട്. ഞാൻ ഇവിടെ വെച്ചിൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുക. എനിക്ക് ഇനി ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല. ആക്ച്വലി ഐ നീഡ് റെസ്റ്റ് മോർ. കൂടുതൽ റെസ്റ്റ് വേണം. ഇങ്ങനെ പണിയെടുക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിട്ടില്ല. ഒരു ജോലിയും ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. നോക്കട്ടെ എന്നെക്കൊണ്ട് എത്രത്തോളം പറ്റും എന്നുള്ളത്. മാക്സിമം MRI ഒന്നും എടുക്കാതെ ഇത് കുറയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. കുറയായിരിക്കും, കുറയണം. അല്ലാതെ ഇനിയിപ്പോൾ MRI എടുത്ത് അതിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കേൾക്കാൻ എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. ഞാൻ അതിന് ഓക്കെ അല്ല. എനിക്കങ്ങനെ കേൾക്കണ്ട വേറെ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതുവരെയുള്ള പ്രോബ്ലംസ് തന്നെ ധാരാളം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? എനിക്കിനി ഡ്യൂട്ടിക്ക് പോകണം. യൂണിഫോം ഒന്ന് അയൺ ചെയ്യണം. ആ ബെഡ് ഒന്ന് വിരിക്കണം. യൂണിഫോം അയൺ ചെയ്യണം. എന്നിട്ട് ഫ്രഷ് ആവണം. എന്നിട്ട് പോകണം. നമുക്ക് ഫ്ലോർ മോപ്പ് ചെയ്യുന്നത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ഓക്കെ ആവട്ടെ. എൻ്റെ റൂംമേറ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവളാണെങ്കിലും ചെയ്യും കേട്ടോ. ഒന്നെങ്കിൽ അവൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അങ്ങനെയാണ്. മോസ്റ്റ്ലി ഞാനിപ്പം ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ചെയ്യാറ്. കാരണം എനിക്ക് ആ ഒരു ആഫ്റ്റർനൂൺ വരെയുള്ളൊരു സമയം കളയാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കുറേ ഉറങ്ങിയതിൻ്റെ മേലെ ഉറങ്ങി അങ്ങനെ സമയം കളയുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രൊഡക്റ്റീവ് ആവാൻ നോക്കലുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് ചുറ്റുമുള്ള ഒരു ഏരിയ ക്ലീനായി കിടന്ന അപ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവലുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. എൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ മൈൻഡ് സിക്കല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കാരണത്തിൽ ഭയങ്കര ടെൻഷനാണ്, എന്തെങ്കിലും അസുഖമാണ്, മൈൻഡൊക്കെ ഭയങ്കര സിക്കായിട്ട് നിൽക്കുകയാണെങ്കിലൊക്കെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനതൊക്കെ ഇപ്പോൾ കണ്ടില്ല, എൻ്റെ കൗച്ചിൽ നിറയെ ഡ്രസ്സൊക്കെ. അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ അലക്ഷ്യമായി അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും. പിന്നെ ഞാനൊന്ന് നോക്കിയാകുമ്പോൾ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. അപ്പം എന്നെക്കൊണ്ട് തീരെ പറ്റുന്നില്ല. എന്തുകൊണ്ടോ എനിക്കറിയില്ല എന്താ ഇതിൻ്റെ റീസണാണ്. എൻ്റെ ഇവിടെയുള്ള പെയിനേക്കാളും കൂടുതൽ ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. എന്നുവെച്ചാൽ എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, ഞാനൊരു ആയുർവേദ നഴ്സാണ്. എൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവരെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഹിജാമ ചെയ്തു, എന്നിട്ടൊന്നും കുറവില്ല എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. എന്തൊക്കെ സംഭവിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല. എനിവേ, ഈ ഒരു മോഡൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഈ വീഡിയോ ഒരു വിധത്തിലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.